What's up everyone? Good morning, good afternoon, good evening and നമസ്കാരം. As you may know from the title, ഇന്ന് എനിക്കൊരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. ആൻഡ് എല്ലാ തവണയും നമ്മൾ വീഡിയോയും ഫോട്ടോ എടുക്കുന്ന പോലെ ഇന്നത്തെ ദിവസം കവർ ചെയ്യണം. ബട്ട് ഐ തോട്ട് ഇന്നൊരു വ്ളോഗിങ് ഫോർമാറ്റിൽ ചെയ്യാം. ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം എവർ. എൻ്റെ കയ്യിൽ ഗോപ്രോയും മൈക്കും ഈ സെറ്റപ്പൊക്കെ കുറച്ച് നാളായിട്ട് പല പല ആവശ്യങ്ങൾക്ക് സോഴ്സ് ചെയ്ത് തിരിപ്പുണ്ട്. ബട്ട് ഈ ക്യാമറ ഫേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ടൈമാണ്. ഇന്നപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഇവൻറ്റ് വരുന്നത്, ദ സ്പെഷ്യൽ ഇവൻറ്റ്. സോ അതിന് മുമ്പ് എനിക്ക് രാവിലെ കുറച്ച് ചോർസ് ഉണ്ട്. ഇവിടെ അടുത്ത് മങ്കൊമ്പിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഹൗസിൻ്റെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു അൺഒഫീഷ്യൽ സൂപ്പർവൈസറായിട്ട് നടക്കുകയാണ്. അവർ അബ്രോഡ്, ദേ ആർ ഇൻ UAE. സോ അവിടെ ചെല്ലുക, അപ്ഡേറ്റ് കൊടുക്കുക, എല്ലാവർക്കും ഒന്ന് നോക്കി നടത്തലാണ് ഇപ്പോഴത്തെ മെയിൻ ആക്ടിവിറ്റി. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് എന്താണ് അവിടുത്തെ അപ്ഡേറ്റ്സ് കാര്യങ്ങളെന്നൊക്കെ നോക്കണം. സോ ടൈം ഈസ് 11:25. ഇപ്പോൾ ഇറങ്ങിയാലേ ടൈമിൽ വന്ന് ബാക്കി പരിപാടികളൊക്കെ നടക്കുകയുള്ളൂ. സോ ലെറ്റ്സ് ഗോ. സോ ഇതാണ് ഫിക്സി. കുറച്ച് പിണങ്ങിയിരിക്കുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ആര് വെളിയിൽ പോകാനാണേലും ആൾ ഗ്ലൂമിയ. ഞാൻ ഡ്രസ്സ് ചെയ്യുന്നവരെ നല്ല ബ്രൈറ്റ് വെതറായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല അടിപൊളി മഴക്കാറ് വരുന്നുണ്ട്. അത് വരുന്നതും അങ്ങ് കിഴക്കു നിന്നാണ് വരുന്നത്. സൗത്ത് ഈസ്റ്റിൽ നിന്നാണ് വരുന്നത്. എനിക്ക് പോകേണ്ടത് അങ്ങോട്ട് തന്നെ. അപ്പോൾ നല്ല മഴയിലോട്ടായിരിക്കും നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത്. എവിടെയോ ചെറുതായിട്ട് സൂര്യനുണ്ടെന്ന് തോന്നും. അങ്ങോട്ടൊക്കെ കയറാം. അവിടെ എവിടെയോ സൂര്യനുണ്ട്. ഫിക്സി വാതൊക്കെ ആട്ടും. പക്ഷെ ആരെങ്കിലും വെളിയിൽ പോവുകയാണെങ്കിൽ ആൾക്ക് ഭയങ്കര ഗ്ലൂമിയ. എന്താ ഇപ്പോൾ വരും, പോയിട്ട് വരും കേട്ടോ. ദിസ് ഈസ് മൈ ഫോർഡ് ഫിയസ്റ്റ. കഴിഞ്ഞ 15 വർഷമായിട്ടുള്ള ഡെയിലി ഡ്രൈവാണ്. അടുത്ത ഫെബ്രുവരി എൻഡ് മാർച്ചോടുകൂടി ഇതിൻ്റെ ടെസ്റ്റാണ് വരുന്നത്. സോ കമ്മിങ് 2 വീക്സ് എനിക്ക് ഈ ആഴ്ച കുറച്ച് പരിപാടികളുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു 2 വീക്സിൽ നമ്മൾ ഇതിനെ പെയിൻറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് കയറ്റും. ഫുള്ളി റീസ്റ്റോർ ചെയ്ത് ടെസ്റ്റ് റെഡി ആക്കണം. ഭയങ്കര ബ്രൈറ്റാണ് അല്ലേ. പിന്നെ രണ്ടുപേരുടെ കാണിച്ചു തരാം. ദിസ് ഇസ് മൈ പൾസർ 220. എഗെയിൻ കഴിഞ്ഞൊരു 10-14 വർഷമായിട്ടുള്ള എൻ്റെ മോസ്റ്റ് ഡ്രിവൺ മോട്ടോർ സൈക്കിൾ. ഞാൻ 2.5 ലക്ഷം കിലോമീറ്റർ ഇവനിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് മൈ ഫേവറേറ്റ് മോട്ടോർ സൈക്കിൾ. ദെൻ ദിസ് ഇസ് മൈ കവസാക്കി KB100. ഇതെൻ്റെ ഒരു സൈക്കിള്. ഏറ്റവും ലീസ്റ്റ് യൂസ്ഡ് ഈ സൈക്കിളാണ്. കോവിഡ് ടൈമിലൊരു ആവേശത്തിന് വാങ്ങിച്ചത്. KB100 ഉണ്ട്. അവർ വീക്കെൻഡ് റൈഡ്സിനാണ് കൂടുതലും എടുക്കാറ്. സോ ഐ ആം വെരി ക്രേസി അബൌട്ട് മോട്ടോർ സൈക്കിൾസ്, കാർസ്, ഓട്ടോമോട്ടീവ്സ് ജനറലി. ഒരു ചെറിയ എന്തൂസിയാസം എന്നൊക്കെ വേണേൽ പറയാം. സോ ഞാൻ വ്ളോഗ് ചെയ്യുമ്പോഴും ഒരു മെജോറിറ്റി കണ്ടൻസ് ഓട്ടോമോട്ടീവ് റിലേറ്റഡ് ആയിരിക്കും. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്, അതും നമുക്ക് പതുക്കെ കുറേശ്ശെ ചെയ്യാം. ഓക്കെ, ടൈം പോകുന്നു 11:30. ഓക്കെ, അപ്പോൾ ഇറങ്ങി ഇനി വണ്ടിക്കകത്ത് കയറിയിട്ട് കാണാം. ഓക്കെ, ഞാനൊരു 15-20 മിനിറ്റിൽ അങ്ങ് എത്തുവേ. ഓക്കെ, ശരി. കട്ട് ചെയ്തല്ലേ കേട്ടോ. ഓക്കെ, സോ ഈ ഫോൺ ഇങ്ങനെ വെക്കുന്നില്ലേ, ഇതാണ് എൻ്റെ ബ്ലൂടൂത്ത് സെറ്റപ്പ്. നമ്മുടെ ഫിയസ്റ്റയിൽ ബ്ലൂടൂത്ത് സ്പീക്കറോ കണക്ടിവിറ്റി ഒന്നുമില്ല. ആൻഡ് ഓക്സ് കണക്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ ആക്ച്വലി ഇതുവരെയും ചിന്തിക്കുന്നു. ഞാൻ ആക്ച്വലി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. സോ കുറേ നാളായിട്ട് ഇതാണ് എൻ്റെ ഒരു സൊല്യൂഷൻ. ഫോൺ സീറ്റ് ബെൽറ്റിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചേക്കുക, ഹാൻഡ്സ് ഫ്രീ ആയിട്ട് ഡ്രൈവ് ചെയ്യുക. സിറിയോട് പറഞ്ഞാൽ കോൾ ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ സിറിയും ചെയ്തോളും. സോ ദാറ്റ്സ് മൈ ഹാക്ക്. മഴ ചെറുതായിട്ട് ചാറി തുടങ്ങി. വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ നിന്നു, വെയിലായി തുടങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒന്നൊന്ന് ഞാനിവിടെ ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണ്. നമ്മളിപ്പോൾ അപ്രോച്ച് ചെയ്യുന്നത് പള്ളാത്തുരുത്തി പാലത്തിനെയാണ്. ഇത് ഈ പാലത്തിൻ്റെ കൺസ്ട്രക്ഷനൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ നിന്ന് AC റോഡ് വരെയുള്ള ആ ഒരു ഫുൾ സ്ട്രെച്ച് വുഡ് ബി സോ പീസ്ഫുൾ. ഇത് മാത്രമാണ് ഇനി ലാസ്റ്റ്
കൺസ്ട്രക്ഷൻ കഴിയാനായിട്ടുള്ള മേജർ ബ്രിഡ്ജ്. ഇതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. ഇപ്പം തന്നെ നമുക്ക് ഈ ഒരു പാലം ക്രോസ് ചെയ്തിട്ടുള്ള ബാക്കി മെജോറിറ്റി ഏരിയാസും ഇറ്റ്സ് വെരി നൈസ് ടു ഡ്രൈവ്. ഇപ്പോൾ ഒരു സൗണ്ട് കേട്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ഹാക്കില്ലേ, ആ ഹാക്കിലിരുന്ന് എൻ്റെ മൊബൈൽ ഫോൺ താഴോട്ട് വീണതാണ്. എല്ലാ ഹാക്കും എപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല. നമ്മൾ ആ വർക്ക് സൈറ്റിലേക്ക് എത്തുകയാണ്. ഇതിലും ബെസ്റ്റ് വ്യൂവിലുള്ളൊരു സൈറ്റ് ആലപ്പുഴയിലുണ്ടോ എന്ന് പറയുക. ചെറിയ റോഡാണ്, പക്ഷേ look at this view. നമ്മൾ ഈ വ്യൂ ഒക്കെ കണ്ട് നേരെ വരുന്നത് ഇങ്ങോട്ടാ, വീടിൻ്റെ മുമ്പിലേക്ക്. വീട് വ്യൂ. ഇതിലും ബെസ്റ്റ് വ്യൂ ആലപ്പുഴയിൽ എവിടെ കിട്ടും? വണ്ടി കയറ്റാൻ പറ്റുന്ന ലക്ഷണമില്ലല്ലോ, ഫുൾ മണ്ണടിച്ച് കിടക്കുക. ഇവിടെ പാർക്കിംഗ്, ഞാൻ അതൊന്ന് ഫിഗർ ഔട്ട് ചെയ്തിട്ട് വരാം. വെയിൽ കൂടിയോണ്ട് ക്യാമറ കിടന്ന ഫിൽറ്റർ ഞാനൊന്ന് മാറ്റി, ലൈറ്റ് കുറച്ച് കറക്റ്റായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ആ വഴിയൊക്കെ കയറി അകത്ത് പോയി അവസാനം തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു. ഭംഗി കണ്ടില്ലേ, വാട്ട് എ ബ്യൂട്ടി. സ്പീക്കിംഗ് ഓഫ് ബ്യൂട്ടീസ്, അതാണ് വ്യൂ. ഈ സ്ലോ പീസ്ഫുൾ ലിവിങ് എന്നൊക്കെ പറയുന്നത് എന്ത് സമാധാനം ഈ സൈഡിലോട്ടൊക്കെ വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഒരു ഏരിയ. ഞാനിവിടെ സൂപ്പർവിഷൻ വരുന്നതിൻ്റെ മെയിൻ ഒരു എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് തന്നെ ഈ സ്ഥലവും ഈ വ്യൂ ഒക്കെ പിടിച്ച് പോകാനാണ്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഒരു 1.5 മണിക്കൂർ ഇവിടെ പോയി. ഇനിയിപ്പം തിരിച്ച് വീട്ടിൽ ചെല്ലുക, ഉച്ച കഴിഞ്ഞിട്ടുള്ള സ്പെഷ്യൽ പരിപാടിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഒന്ന് റെഡിയാകുക, സെറ്റാകുക. അത് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് യെസ് ലെറ്റ്സ് സീ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പം
നേരത്തെ അതിൽ ലഞ്ചൊക്കെ കഴിച്ച് കുളിച്ച് ഫ്രഷായി എൻ്റെ ഫ്രണ്ട് ജോൺ വരും. ജോണി പോയി പിക്ക് ചെയ്യാൻ വരും. എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ പരിപാടിക്ക് പോകാൻ. അവനൊരു 3:30 ഒക്കെ ആകുമ്പോൾ വരും. 4 മണിക്കാണ് പറഞ്ഞിരിക്കുന്ന സമയം അവിടെ. അപ്പോൾ ഇനി ഓക്കെ, സീ യു ദെൻ. 2 hours later. അപ്പോൾ ജോണി വന്നിട്ടുണ്ട്. ജോണി, സേ ഹായ് ടു ദ ക്യാമറ. ജോണിയാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുവന്ന്. ഇല്ലാതെ നോക്കണം. ഫിക്സേ, ബൈ ബൈ. പോയിട്ടേ, പുതിയ ആളെ കൊണ്ടുവരാം. ഓൾ സെറ്റ്. ഇതാണ് ജോണിയുടെ ടൈപ്പ്. നമ്മുടെ അടുത്ത സ്ഥിരം സന്ദഹ സഹചാരി അല്ലേ, ഹെക്ടർ, ഫിയസ്റ്റ, ടൈഗൂൺ, ഇതൊക്കെയാണ് നമ്മുടെ സ്ഥിരം ബഡീസ്, ട്രാവൽ ബഡീസ്. ഓക്കെ, അപ്പം ഇനി അവിടെ ചെന്നിട്ട് കാണാം. സ്റ്റാർട്ടാവത്തടാ. സോറി, പെട്ടെന്ന് ഓട്ടോമാറ്റിക്കിന് മുകളിൽ ബ്രേക്ക് ഓട്ടിക്കണ്ട നോക്കിയത്. എന്തൊക്കെയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് ആദ്യം ഒന്ന് ഹിമാലയ പോയി കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കാം, അവിടെ ഡീലർഷിപ്പുള്ളത് കൊടുക്കാൻ. എന്നിട്ട് നേരെ കൊമ്മാടി സീ ബെൽറ്റ്, എന്നിട്ട് നേരെ കൊമ്മാടിയിലുള്ള കുണ്ടയിലേക്ക്. ഗുഡ് ജോബ്. നമ്മളിത് ഹിമാലയ എത്തി. ഇവിടെ ഹിമാലയ തിരുവമ്പാടിയിലുള്ളത്. ഇവിടുന്ന് സ്വീറ്റ്സും വാങ്ങിച്ചിട്ട് പോകാം അല്ലേ. ലഡു, ജിലേബി, പിന്നെ മറ്റേ ബട്ടർ ജിലേബി ഉണ്ട് അല്ലേ. ഇത് വേണം. ബട്ടർ ജിലേബി ഉണ്ട്, ലഡു ഉണ്ട്, മൈസൂർ പാവ് ഉണ്ട്. ഒരു സ്റ്റാൻഡേർഡ് ഡെലിവറി സ്വീറ്റ് എന്ന് പറയുന്നത് ലഡു ജിലേബിയൊക്കെ അല്ലേ. ഒരു വെറൈറ്റി നോക്കി തുടങ്ങണം. നമുക്ക് ബട്ടർ ജിലേബി ആക്കാം. ബട്ടർ ജിലേബി ഒരു എത്ര വേണം? ഒരു 10-20 പേര് വേണം ഇതിൽ. 15-20 പേര് വേണമായിരിക്കുമല്ലോ. ഒരു 20 പീസ് ബട്ടർ ജിലേബി. ഗൂഗിൾ പേ ആണ്. ഇനിയിപ്പോൾ അവിടെ സ്റ്റാഫ് അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ താങ്ക് യു. ഓക്കെ, പോവാം. ഓക്കെ, അപ്പോൾ ഇനി നേരെ ഷോറൂമിലോട്ട്. വെതർ മഴക്കാറുണ്ട്,
ഡെലിവറി എടുത്തുകൊണ്ട് വരുന്ന വഴിയെ തന്നെ മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. ഐ ഹോപ്പ് നോട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. മഴ പെയ്യുമോ എന്ന് ചോദിച്ച് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് മഴ വരുത്തിയ പോലായി. നല്ല കിടിലം മഴക്കാറും ചെറുതായിട്ട് മഴയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, പുതിയ വണ്ടി നമ്മൾ മറ്റേ അനുഗ്രഹിച്ചിറക്കി നോക്കി വിചാരിക്കാം അല്ലേ, പുണ്യാഹമൊക്കെ തളിച്ച്. കൊള്ളാം. അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, ബട്ട് കൈൻഡ് ഓഫ് എക്സ്പെക്റ്റഡ് അല്ലേ. അങ്ങനെ നമ്മൾ എത്തി സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ എത്തുകയാണ് സുഹൃത്തുക്കളെ, നമ്മൾ എത്തുകയാണ്. ഓക്കെ, വണ്ടിയിലൊരു കുട ഉണ്ടായിരുന്നു, അത് പിന്നെ ഇറങ്ങിയപ്പോഴാണ് കണ്ട്. അതൊക്കെ നടക്കുന്നു. ഞാനൊന്ന് പ്രതീക്ഷിക്കാം. ലേറ്റ് ആയോ? കുറച്ച് ചെറുതായിട്ട്. നമ്മൾ വന്ന് കയറിയപ്പോൾ തന്നെ നല്ല ഉഗ്രം മഴ. നമ്മൾ മറ്റേ കയറാൻ വേണ്ടി കാത്തിരുന്നു അല്ലല്ലേ? തുറക്കാം. അടിപൊളി. പുതിയ കാറ് നനച്ച് തന്നെ ഇറക്കാം. ഇനി എന്തൊക്കെയാ ഫോർമാലിറ്റീസ് എന്നൊക്കെ നോക്കി സോർട്ട് ചെയ്യാം. അപ്പോൾ ടൈം ടു ടേക്ക് ദ ഡെലിവറി. അച്ഛനും അമ്മയും പാവനെ രാഹുലും എല്ലാവരും ബാംഗ്ലൂരാണ്. സോ അവർ വീഡിയോ കോളിലാണ് വരുന്നത്. ജോളും എല്ലാം റെഡി. അതല്ലേ ഇത് വൈറ്റ് ബ്ലാക്ക് റെഡ്. നല്ല അടിപൊളി മഴയാ കേട്ടോ. ഇപ്പൊ ഒന്ന് തോർന്നതാ. അതെ അതെ. അപ്പം ഐശ്വര്യമായിട്ട് നമ്മുടെ ഹെവി റെയിൻ ഇപ്പം നിന്നു. ഇനി ഐശ്വര്യമായിട്ട് ഒരു ചാറ്റൽ മഴയിൽ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. അല്ല, സൈലൊന്നും ഇല്ല. ഞാൻ സ്വിസ് ആർമി നൈഫിൻ്റെ കാര്യം മറന്നു പോയതാ.
താങ്ക് യു. താങ്ക് യു. ബാക്കിയുള്ളവർക്ക് കൊടുത്തേക്കോ. ശിവചേട്ടൻ 2 എക്സ്ട്രാ. നാരങ്ങ നിങ്ങൾ വെച്ചതാണോ? ഞാൻ കൊണ്ടുവന്നതല്ലേ? ആ സോറി. ഇനി പോവാലോ. ഇനി രാത്രി ഒരുത്തിനോട് വരുന്നുണ്ട്. ഓക്കെ. എന്തായി ആ പുതിയ കാറിന്റെ സ്മെല്ലുണ്ടല്ലോ? ന്യൂ കാർ സ്മെൽ. ഓക്കെ. അതെ. ഇതോ? അല്ല, ഇത് ലൈറ്റ് അല്ല. ഇതാ. ഇല്ല ഇല്ല. ഇവിടെ അകത്ത് നമുക്ക് കപ്പ് ഹോൾഡേഴ്സിൻ്റെ അവിടെ ഡോർ ഹോൾഡേഴ്സിലൊക്കെ ലൈറ്റ് ഉണ്ട്. റെഡ് ലൈറ്റ് ഉണ്ട്. അത് താഴെ ഉണ്ട്. 3D മാറ്റ് ഉണ്ട്. ഉണ്ട് വെച്ച് ഇനി അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ അങ്ങോട്ട് കൊടുത്തു. ജിലേബി കൊടുത്തു എല്ലാവർക്കും. നമുക്കൊരു ബോക്സ് ഓഫ് സ്വീറ്റ്സ് തന്നിട്ടുണ്ട്. ഒരു ബോക്സ് ചോക്ലേറ്റ്സ് അത് ഞാൻ കൊണ്ടുവരാം. ഓക്കെ ശരി. ബൈ. ഇനി എല്ലാം കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ ബൈ. ഓക്കെ താങ്ക്സ് മാൻ. തൽക്കാലം ഇത് മതി. ഫൈനലി ഡെലിവറി ഒക്കെ എടുത്തു. ഇനി നമ്മളൊന്ന് പൂജിക്കാൻ കൊണ്ടുപോകാം. മുല്ലയ്ക്കൽ ആൽത്തറ ഗണപതി അവിടെയാണ് പൂജിക്കുന്നത്. സോ നമ്മളിനി I-20 എൻലൈനിലുള്ള യാത്രകളാണിനി. വെരി എക്സൈറ്റഡ്. ഫസ്റ്റ് ട്രിപ്പ് എവിടെ പോകണം ജോണി? ഒരു കൊടൈക്കനാലായല്ലോ. നമ്മൾ കുറച്ച് ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നൊരു കൊടൈക്കനാൽ ട്രിപ്പ്. നമുക്ക് നാളെ വണ്ടിയുടെ ചെറിയ പരിപാടിയുണ്ട്. എൻ്റെ ഒരു ബാംഗ്ലൂർ ട്രിപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ ഇയറിന് മുമ്പായിട്ട് പ്ലാൻ ചെയ്യാം അല്ലേ? ആക്ച്വലി ഇതാണ് ആലപ്പുഴ മുല്ലയ്ക്കൽ. ഇവിടെ മുല്ലയ്ക്കൽ ആൽത്തറ ഗണപതിയുടെ നമ്മൾ പൂജ ചെയ്യുന്നത്.
ഓർഡർ ചെയ്തു. ആ ാവില്ല പൊട്ടിക്കണോ എങ്കിൽ അനുഭവിച്ചു. ഞാൻ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. ഇപ്പൊ പൊട്ടും. അടുത്ത നിമിഷം പൊട്ടിച്ചത് പൊട്ടുന്നു. തനിക്ക് പൊട്ടിക്കാമെങ്കിൽ ഞാൻ പൊട്ടിക്കാവണം. നാരങ്ങ വാങ്ങിച്ചിട്ട് അതിനകത്ത് കയറ്റി ഇറക്കണം. ആ ഷോറൂമിൽ നിന്ന് നാരങ്ങ വെച്ചായിരിക്കും. ആ എവിടെയാണ്? അതിനകത്തായിരുന്നു ഉടക്കേണ്ടിയിരുന്നത്. അതിനകത്തായിരുന്നു. കുഴപ്പമില്ല. ഞാൻ വണ്ടിയുടെ ഞാനത് പേടിച്ചിട്ടാ ഇട്ടത്. കൗതുക ലേശം കൂടുതൽ മാപ്പാക്കണം. അടി ഇവിടുന്ന് കൈവച്ചേ. ആ തടയുമായിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ. ഇങ്ങനെ അങ്ങനെ ഐശ്വര്യമായിട്ടെല്ലാം കഴിഞ്ഞു. ഇനി ഇന്ന് നേരെ വീട്ടിൽ പോവുക, സമാധാനമായിട്ടൊന്ന് ഉറങ്ങുക. നാളെ ആലുവ I-20 ആയിട്ട്. എന്തിനാണെന്നുള്ളത് നാളത്തെ വീഡിയോ പറയാമല്ലേ? ഓൾറൈറ്റ്. അപ്പോൾ ഇറ്റ്സ് മീ പൃഥ്വിരാജ് വർമ്മ സൈനിങ് ഓഫ്. ചാവ്.
ആ